പോരാട്ടം 9. തിരുമേനി, ഒരു വലിയ നിധി ഒരിടത്തുണ്ട്. 5 കപ്പലുകളും 500 പടയാളികളും തരാമോ? എന്നാൽ ഞാൻ പോയി നിധി കൊണ്ടുവരാം. എനിക്ക് പാതി, തിരുമേനിക്ക് പാതി. അറബി സാമൂതിരിയോട് പറഞ്ഞു. എങ്ങനത്തെ നിധി? എവിടെയിരിക്കുന്നു? അറിയാൻ സാമൂതിരിക്ക് തിടുക്കമായി. അറബി നിധിയുടെ വിവരണം നൽകി. ഇത്ര വലിയ നിധിയുണ്ടെന്നോ? 1/4 കിട്ടുന്നത് തന്നെ ഭാഗ്യം. അപ്പോൾ പാതി കിട്ടിയാലോ? സാമൂതിരി കരാർ സമ്മതിച്ചു. പടക്കപ്പലുകളും പടയാളികളും കൊണ്ടുപോകൂ. നിധി കൊണ്ടുവരൂ. നമുക്ക് പാതി, നിങ്ങൾക്ക് പാതി. സാമൂതിരിയുണ്ടോ വാസ്തവം അറിയുന്നു. അറബി സത്യത്തിൽ അറബിയൊന്നും ആയിരുന്നില്ല. ഗുളിക വിഴുങ്ങി അറബിയായ കോരനായിരുന്നു. ആത്മശത്രുക്കളെ ഒന്നിച്ചു കണ്ടപ്പോൾ രൂപം മാറിയതാണ്. അവരെ നേരിട്ട് കൊല്ലാൻ സാധ്യമല്ല. തരം കിട്ടുമ്പോൾ ചതിച്ചു കൊല്ലണം. തൽക്കാലം നിധി എടുക്ക തന്നെ. വെറുതെ കിട്ടിയ നിധിയൊന്നുമല്ല, ചോര നീരാക്കി ശേഖരിച്ചതാണ്. എത്രയോ അമ്പലങ്ങൾ കൊള്ളയടിച്ചു, വീടുകൾ നശിപ്പിച്ചു, കപ്പലുകൾ കവർച്ച ചെയ്തു. അതിൻ്റെയൊക്കെ ആകത്തുകയാണ് നിധി. അത് ലക്ഷദ്വീപിലെ ആ ഗുഹയിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. താൻ കടലിന് ഇക്കരെ, നിധി അക്കരെ. മുമ്പാണെങ്കിൽ കൊള്ളക്കപ്പൽ ഉണ്ടായിരുന്നു, അടിമകളായ പടയാളികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊള്ളക്കപ്പൽ ഇല്ല, പടയാളികളുമില്ല. സാമൂതിരിയുടെ സഹായം വേണ്ടിയിരിക്കുന്നു. നിധിയിൽ പകുതി സാമൂതിരിക്ക് കൊടുക്കേണ്ടി വരും. എന്നാലും സാരമില്ല. ഒട്ടും കിട്ടാത്തതിനേക്കാൾ ഭേദമല്ലേ പകുതി? അതും എങ്ങനത്തെ പകുതി? സാമ്രാജ്യങ്ങൾ വിലയ്ക്ക് മേടിക്കാം എന്ന് വെക്കൂ. ഈ പകുതി കൊണ്ട് 4 സാമ്രാജ്യം മേടിക്കാം. അറബിക്കോരന് ഒരു ശങ്ക മാത്രമേ ഉള്ളൂ. നിധിയുടെ കിടപ്പ് ചന്തുവിന് അറിയാം. താൻ അവനെ അറിയിച്ചിരുന്നു. അന്ന് ചന്തുവിൻ്റെ സഹായം വേണ്ടിയിരുന്നു. അവൻ ആത്മശത്രുവാണ് എന്ന് അന്ന് അറിഞ്ഞിരുന്നില്ല. ചന്തു ഇപ്പോൾ വേണാട്ടിലാണ്. ഒരുപക്ഷെ അവൻ നിധി കൊണ്ടുപോയേക്കും. അതിനു മുൻപ് താൻ ചെന്നെടുക്ക തന്നെ. ഒരുപക്ഷെ ചന്തുവിനെ കണ്ടുമുട്ടിയെങ്കിലോ? ഒരുപക്ഷെ അവൻ്റെ കൂടെ അമ്മിണിയുമുണ്ടെങ്കിലോ? ഇപ്രാവശ്യം വെറുതെ വിട്ടുകൂടാ. വിഷം തേച്ച അമ്പുകൾ കരുതി വെച്ചിട്ടുണ്ട്. ആ അമ്പുകൾ ഏൽക്കുന്നവർ മരിക്കേയുള്ളൂ. അതിന് മറുമരുന്നില്ല. തിരുമേനി, കാലാവസ്ഥ നന്ന്. ഞാൻ പോയി വരാം. അറബിക്കാരൻ യാത്ര പറഞ്ഞു. തലേന്നാൾ ചന്തുവും അമ്മിണിയും കപ്പൽ കയറി. അവരുടെ ലക്ഷ്യവും ലക്ഷദ്വീപാണ്. അത് അറിഞ്ഞില്ല അറബിക്കോരൻ. അവൻ്റെ 5 പടക്കപ്പലുകളും പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. സമുദ്രം ശാന്തമാണ്. മേഘങ്ങളുടെ ലാഞ്ചന പോലുമില്ല. നീലനീലമായ ആകാശം. കടൽ സൂര്യരശ്മി തട്ടിത്തിളങ്ങുന്നു, ഉരുക്കിയ വെള്ളി പോലെ. പായകൾ വിരിച്ച് കപ്പലുകൾ മുന്നോട്ടു പോകുന്നു. കുളിർമയേറിയ കാറ്റ് വീശുന്നു. മുകൾത്തട്ടിൽ നിൽക്കുകയാണ് അറബിക്കോരൻ. അവൻ്റെ കണ്ണുകൾ പടിഞ്ഞാറോട്ടാണ്, മനസ്സ് നിധിയിലും. അതാ ചക്രവാളത്തിൽ 10-30 കപ്പലുകൾ. അവ പറങ്കിക്കപ്പലുകൾ ആയിരുന്നു. പറങ്കികൾ സാമൂതിരിയുടെ കപ്പലുകളെ ആക്രമിക്കും, കൊള്ളയടിക്കും, മുക്കും. അത് കോരന് അറിയാം. അയാൾ പറങ്കിക്കപ്പിത്താൻ ആയിരുന്നപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. 5 കപ്പലിലും പറങ്കിക്കൊടി ഉയർത്തട്ടെ, അറബിക്കോരൻ ആജ്ഞാപിച്ചു. പറങ്കിക്കപ്പലുകൾ അടുത്തെത്തിയപ്പോൾ എന്താണ് കണ്ടത്? 5 കപ്പലിലും പറങ്കിക്കൊടി ഉയർന്നിരിക്കുന്നു. അവ വന്ന വഴിക്ക് പോവുകയും ചെയ്തു. അറബിക്കോരൻ ചിരിച്ചുപോയി. പറങ്കികളെ പറ്റിച്ചു കളഞ്ഞു. ക്രമേണ ലക്ഷദ്വീപുകൾ കാണുമാറായി. അവയ്ക്കിടയിൽ നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന ആ ദ്വീപും. അതാ ആ ദ്വീപിൻ്റെ കരയ്ക്കടുത്ത് നിൽക്കുന്നു ഒരു കപ്പൽ. അതിൽ വേണാട്ടുകൊടി പറക്കുകയും ചെയ്യുന്നു. അപ്പോൾ കോരന് ഒന്ന് തീർച്ചയായി. ചന്തു നിധി എടുക്കാൻ വന്നിരിക്കുന്നു. കൂടെ അമ്മിണിയും കാണും. തന്നേക്കാൾ മുമ്പേ അവർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തൻ്റെ കാര്യം ഗോപിയായോ? അല്ലെങ്കിൽ പേടിക്കാനെന്തിരിക്കുന്നു? തന്നെ അവർ തിരിച്ചറിയുകയില്ല. താൻ അറബി വേഷത്തിലാണ് ഇപ്പോൾ. മറ്റൊന്നുമുണ്ട്. ശത്രുക്കപ്പൽ ഒന്നേയുള്ളൂ. തനിക്ക് 5 കപ്പലുകളുണ്ട്, 500 പടയാളികളും. പോരെങ്കിൽ വിഷം തേച്ച ആ അമ്പുകളും. ഗുഹയ്ക്കുള്ളിലായിരുന്നു ചന്തുവും അമ്മിണിയും. 100 വേണാട്ടു പടയാളികൾ. രത്നങ്ങൾ, സ്വർണ്ണക്കട്ടികൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ. അവ വാരി വാരി ചാക്കുകളിൽ നിറയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്ത് ഒരു ആരവം. ചന്തു ഇറങ്ങിച്ചെന്ന് നോക്കി. 10-500 പടയാളികൾ. അവരുടെ നേതാവായി ഒരു അറബിയും. അവർ തങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നു. നിധി തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് ചന്തുവിന് തീർച്ചയായി. ആൺപോരാളികൾ ചാക്കുകൾ ചുമന്ന് നടക്കട്ടെ. പെൺപോരാളികൾ ചുറ്റും നിന്ന് പൊരുതുകയും ചെയ്യട്ടെ. പോകാം, ചന്തു ആജ്ഞാപിച്ചു. അവരുടെ മേൽ ചാടി വീണു അറബിക്കോരൻ്റെ സൈന്യം. വേണാട്ടുകാരായ ആൺപടയാളികൾക്ക് പൊരുതാൻ വയ്യ. അവർ നിധി ചുമന്ന് നടക്കുകയാണ്. 50 പെൺപടയാളികളെ ഉള്ളൂ പൊരുതാൻ. 500 ആണുങ്ങൾക്കെതിരെ വെറും 50 പെണ്ണുങ്ങൾ. എങ്കിലും അവർ ഭയന്നില്ല. ധീരമായി പൊരുതി തുടങ്ങി. ആർത്തിരമ്പി ആക്രമിക്കുന്നു അറബിക്കോരൻ്റെ ഭടന്മാർ. അവർ ഒന്നൊന്നായി ചത്തുവീഴുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പെൺപടയാളിയും.
അമ്മിണിയും ചന്തുവും തല കൊയ്ത് തള്ളുന്നു. വേണാട്ടുകാർ പൊരുതിക്കൊണ്ട് നടന്നു. അല്ലെങ്കിൽ നടന്നുകൊണ്ട് പൊരുതി. യുദ്ധം പടർന്നു മുന്നോട്ട് നീങ്ങുന്നു, കാട്ടുതീ പോലെ. എന്തു വന്നാലും എതിരാളികൾ കപ്പലിൽ എത്തിക്കൂടാ, അത് തടഞ്ഞേ തീരൂ. അതായിരുന്നു അറബിക്കോരൻ്റെ ഉദ്ദേശം. അയാളുടെ പടയാളികൾ വീറോടെ യുദ്ധം ചെയ്യുന്നു. എങ്കിലും വേണാട്ടുകാരുടെ ഗതി തടയാൻ സാധിക്കുന്നില്ല. 15ഓളം പെൺപടയാളികൾ മരിച്ചു വീണു കഴിഞ്ഞു. ബാക്കിയുള്ളവർ പൊരുതിക്കൊണ്ട് കപ്പലിനെ സമീപിക്കുന്നു. അവരുടെ നടുവിൽ നിധി ചുമക്കുന്ന ആൺപടയാളികളും. ഇനി 20 വാര മാത്രമേയുള്ളൂ. അത്രയും കൂടി കടന്നാൽ അവർ കപ്പലിൽ എത്തും. അറബിക്കോരൻ നിരാശനായി. നിധി പോയത് തന്നെ. എങ്കിലും ചന്തുവും അമ്മിണിയും രക്ഷപ്പെട്ടുകൂടാ. ആ ദ്രോഹി വില്ല് കുലച്ചു. വിഷം തേച്ച 2 അമ്പുകൾ എടുത്തു തൊടുത്തയച്ചു. ആദ്യത്തെ അമ്പ് ചന്തുവിൻ്റെ മുതുകിൽ തറച്ചു. രണ്ടാമത്തേത് അമ്മിണിയുടെ തോളിലും. കുട്ടികൾ അതറിഞ്ഞില്ല. യുദ്ധം ചെയ്യുകയല്ലേ, അപ്പോൾ വേദന അറിയുകയില്ല. അത്രമാത്രം ലഹരിയുള്ളതല്ലേ യുദ്ധം. നിധി കപ്പലിലായി. ജീവനോടെ ശേഷിച്ച വേണാട്ടു പടയാളികളും ഒടുവിലായി ചന്തുവും അമ്മിണിയും. അമ്മിണി, നിന്റെ തോളിൽ അമ്പ് കുത്തി നിൽക്കുന്നു, ചന്തു പറഞ്ഞു. അവൻ അത് വലിച്ചൂരി കടലിലെറിഞ്ഞു. ജ്യേഷ്ഠൻ്റെ മുതുകിലുമുണ്ട് ഒരമ്പ്, അമ്മിണി പറഞ്ഞു. അവൾ അതും പറിച്ചെറിഞ്ഞു. ചന്തുവിൻ്റെ മുതുക് കുറേശ്ശെ തരിക്കുന്നുണ്ടായിരുന്നു, അമ്മിണിക്ക് തോളും. വേണാട്ടരജൻ സന്തോഷം കൊണ്ട് മതിമറന്നു. നിധി കിട്ടി. രുദ്രാണി, ചന്തുവും അമ്മിണിയും നമ്മെ സഹായിച്ചു. അവർക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കുക? നിന്റെ അഭിപ്രായം എന്ത്? രാജാവ് ചോദിച്ചു. തിരുമേനി, അത് പിന്നെ ആലോചിക്കാം. കുട്ടികൾ ഇപ്പോൾ വിശ്രമിക്കട്ടെ, രുദ്രാണി മറുപടി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു. വേണാട്ടരജൻ നിധി പരിശോധിക്കുകയായിരുന്നു. പല തവണയും പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. മതിയായിട്ടില്ല. പെട്ടെന്ന് രുദ്രാണി കയറി ചെന്നു. അവരുടെ മുഖത്ത് പരിഭ്രമം തെളിഞ്ഞിരുന്നു. എന്താണ് രുദ്രാണി പരിഭ്രമം? നീ പരിഭ്രമിക്കുന്നത് നാം കണ്ടിട്ടില്ലല്ലോ, വേണാട്ടരജൻ പറഞ്ഞു. തിരുമേനി, ചന്തുവിനും അമ്മിണിക്കും തീരെ സുഖമില്ല. കൊട്ടാരം വൈദ്യനെ ഉടൻ അയച്ചു തരണം, രുദ്രാണി ആവശ്യപ്പെട്ടു. എന്താണ് അവരുടെ സുഖക്കേട്? അതും ഇത്ര പെട്ടെന്ന്? അറിയാൻ വേണാട്ടരജന് തിടുക്കമായി. തിരുമേനി, നിധിയെടുക്കുമ്പോൾ നടന്ന പോരാട്ടത്തിൽ മുറിവ് പറ്റി. ആ മുറിവുകൾ ഉണങ്ങുന്നില്ല. വേദന കൂടുകയും ചെയ്യുന്നു. മാത്രമല്ല തിരുമേനി, മുറിവുകൾക്ക് ചുറ്റും ഒരു നീല നിറം. അതങ്ങനെ പടർന്നു വരുന്നു. അമ്പേറ്റ മുറിവുകളാണ്. വിഷം തേച്ച അമ്പുകളായിരിക്കും. അടിയന് ബലമായ സംശയമുണ്ട്. അടിയൻ്റെ ഓമനക്കുഞ്ഞുങ്ങൾ. രുദ്രാണി വാചകം മുഴുമിച്ചില്ല. അവർക്ക് കരച്ചിൽ വന്നു. രാജാവ് കൊട്ടാരം വൈദ്യനെ അയച്ചു. ആ വൈദ്യൻ കുട്ടികളെ ചികിത്സിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. ചന്തുവും അമ്മിണിയും അടുത്തടുത്ത് കട്ടിലുകളിൽ കിടക്കുകയാണ്. ആഹാരം കഴിക്കുന്നില്ല. വളരെ ക്ഷീണമുണ്ട്. എഴുന്നേൽക്കാൻ വയ്യ. മുറിവിൽ വല്ലാത്ത വേദന. സഹിക്കവയ്യ. ധൈര്യമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് മാത്രം കരയുന്നില്ല എന്നേയുള്ളൂ. പല്ല് കടിച്ച് വേദന അമർത്തും. ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. അപ്പോഴൊന്ന് ഞരങ്ങിപ്പോകും. അതിൽ അവർക്ക് ലജ്ജ തോന്നുകയും ചെയ്യും. ഇരുവരുടെയും ദേഹം മുഴുവൻ നീലിച്ചു പോയിരിക്കുന്നു. കണ്ടാൽ ആർക്കും ഭയം തോന്നും. ഈ നിലയിൽ അധികം നാൾ തുടരാൻ ഒക്കുകയില്ല. രുദ്രാണി സദാ അരികത്തിരുന്ന് ശുശ്രൂഷിക്കുന്നു. ആ സ്ത്രീക്ക് കുളിയില്ല, ആഹാരമില്ല, ഉറക്കമില്ല. വൈദ്യൻ നിർദ്ദേശിച്ച മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഫലമില്ലെന്ന് അറിഞ്ഞിരുന്നിട്ടും ദൈവമേ, എൻ്റെ പൊന്നുംകുടങ്ങളെ രക്ഷിക്കണേ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം കുട്ടികൾക്ക് ഓർമ്മയില്ലാതായി. ഉറങ്ങിക്കിടക്കുന്ന പോലെ. എന്നാൽ ഉറങ്ങിക്കിടക്കുകയല്ല താനും. രുദ്രാണി കണ്ണീർ പൊഴിച്ചുകൊണ്ട് കട്ടിലിനരികെ ഇരുന്നു. അന്ന് മറ്റൊരു സംഭവമുണ്ടായി. വേണാട്ടരജൻ മന്ത്രികളുമായി ആലോചന ചെയ്യുന്നു. ശാന്തിക്കാരുടെ ശല്യം ഒരടിക്ക് അമർച്ച ചെയ്യണം. എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? എല്ലാ ശാന്തിക്കാരെയും തടവിലിടണം. അതായിരുന്നു ഒരു മന്ത്രിയുടെ അഭിപ്രായം. അതുകൊണ്ട് ഫലമില്ല. അവരെ തൂക്കിലിടണം. അതായിരുന്നു മറ്റൊരു മന്ത്രി കണ്ട വഴി. പെട്ടെന്ന് ഒരു ഭടൻ കയറി ചെന്നു. തിരുമേനി, ആ ഭ്രാന്തനെ പിടിച്ചിരിക്കുന്നു. എവിടുന്ന് കിട്ടി? തനിയെ വന്ന് കയറിയതാണ് തിരുമേനി. എന്ത്? തൂക്കിക്കൊല്ലുമെന്ന് അവന് അറിയാം. എന്നിട്ടും തനിയെ വന്നോ? അത് കൊള്ളാം. ശരി, അവൻ എവിടെ? പുറത്തുണ്ട് തിരുമേനി. ചങ്ങല പൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. തെല്ലിട കഴിഞ്ഞു. ഭടന്മാർ ഭ്രാന്തനെ തിരുമുമ്പിൽ ഹാജരാക്കി. രാജാവ് അവനെ ആകെ ഒന്ന് നോക്കി. എടോ ഭ്രാന്ത, കഴിവേറാൻ കൊതിയാണ് ഇല്ലേ? ആ കൊതി നാം ഇപ്പോൾ തീർത്തു തരാം. അതിൽ അടിയന് ഭയമൊന്നുമില്ല തിരുമേനി. പക്ഷേ അങ്ങ് ഒന്നറിയണം. ചന്തുവിനെയും അമ്മിണിയെയും രക്ഷിക്കാൻ ഒരാൾക്കേ കഴിയൂ. അടിയന് മാത്രം. അടിയനെ കൊന്നാൽ അവർ മരിക്കും. അത് തീർച്ച. നിനക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കുമോ? വെറുതെ പറയുന്നതല്ലേ. അല്ലെന്ന് തെളിയിക്കാമോ? നേരത്തെ തെളിയിക്കുന്നത് എങ്ങനെ തിരുമേനി? അടിയൻ അവരുടെ ദീനം ഭേദമാക്കിയില്ലെങ്കിലോ? തൂക്കിലിട്ടുകൊള്ളണം. ഭേദമാക്കിയാലോ? രാജ്യത്ത് ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ അനുവദിക്കണം. ഈ കരാർ സമ്മതിച്ചോ? വേണാട്ടരജൻ ആലോചിച്ചു. ഇവൻ വാസ്തവത്തിൽ ഭ്രാന്തനോ? ഭ്രാന്തുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ? അതുപോകട്ടെ.
ഇവൻ സുഖക്കേട് ഭേദമാക്കി എന്നിരിക്കട്ടെ. അപ്പോൾ ചന്തുവും അമ്മിണിയും രക്ഷപ്പെടും. ഭേദമാക്കിയില്ലെങ്കിലോ തൂക്കിലിടുകയും ചെയ്യാം. ഭേദമാക്കിയാലും തൂക്കിലിടണം. ഇവനെ വെച്ചുകൊണ്ടിരുന്നുകൂടാ, ആപത്താണ്. ഇവനാണ് ശാന്തി ശല്യത്തിന് കാരണക്കാരൻ. പക്ഷേ ആ ഉദ്ദേശം ആരെയും അറിയിക്കേണ്ട, മനസ്സിലിരിക്കട്ടെ. ആട്ടെ, ആ കരാർ നാം സമ്മതിച്ചിരിക്കുന്നു, വേണാട്ടുരജൻ പറഞ്ഞു. കരാർ പാലിക്കണമെന്ന് നിർബന്ധം വല്ലതുമുണ്ടോ? സൗകര്യം പോലെ പറയും, സൗകര്യം പോലെ പ്രവർത്തിക്കും. ഭടന്മാർ ഭ്രാന്തനെ രുദ്രാണിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓരോ കൈയിലും ഓരോ ചങ്ങല, ഓരോ കാലിലും ഓരോ ചങ്ങല. അങ്ങനെ 4 ചങ്ങല കൂട്ടിയിരുന്നു. ഒരു നിമിഷം പോലും ചങ്ങലയിലെ പിടിവിട്ടില്ല. ഭ്രാന്തൻ കടന്നു കളഞ്ഞെങ്കിലോ? അതായിരുന്നു ഭയം. ഭ്രാന്തൻ രുദ്രാണിയോട് ഒരക്ഷരം സംസാരിച്ചില്ല. ആ സ്ത്രീയെ ശ്രദ്ധിച്ച പോലുമില്ല. കട്ടിലിൽ കിടക്കുന്ന കുട്ടികളെ നോക്കി നിന്നു. അവർ അമ്മാവനെ കണ്ടില്ല. അതെങ്ങനെ കാണും? അവർക്ക് ബോധമില്ല. ഭ്രാന്തൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ചന്തുവിൻ്റെ കട്ടിലിൽ ഇരുന്നു. ചന്തു കമിഴ്ന്നു കിടക്കുകയാണ്. മലർന്നു കിടക്കാൻ വയ്യ. മുതുകിലാണ് മുറിവ്. ഭ്രാന്തൻ മടിക്കുത്തിൽ നിന്ന് ഒരു പൊതിയെടുത്തു. പൊതിയിൽ നിന്ന് ഒരു പച്ചിലയും. പച്ചില ഇടത് കൈപ്പടത്തിൽ വെച്ചു. വലത് കൈ വിരലുകൾ കൊണ്ട് കശക്കി. ചാറെടുത്ത് ചന്തുവിൻ്റെ മുറിവിന് ചുറ്റും തേച്ചു. ആ മുറിവിൽ വായ് വെച്ചു. ഉറിഞ്ചി. എഴുന്നേറ്റു. ജനാലയിലേക്ക് നടന്നു. പുറത്തേക്ക് തുപ്പി. തുപ്പലിന് നീല നിറം. രുദ്രാണി ആവേശത്തോടെ നോക്കി നിന്നു. ഭ്രാന്തൻ അമ്മിണിയുടെ മുറിവും ഉറിഞ്ചി തുപ്പി. ഒന്നും പറഞ്ഞില്ല. രുദ്രാണിയെ ഒന്ന് നോക്കിയുമില്ല. നേരെ പുറത്തിറങ്ങി നടന്നുപോയി. പുറകെ ചങ്ങല പിടിച്ചുകൊണ്ട് ഭടന്മാരും. രുദ്രാണി വീണ്ടും കുട്ടികളുടെ അരികത്ത് ഇരിപ്പായി. രാത്രിയായി. നാഴികകൾ ഇഴഞ്ഞുപോയി. രുദ്രാണി ഊണ് കഴിച്ചില്ല. ഒരു പോള കണ്ണടച്ചില്ല. കുട്ടികളെ ഉറ്റുനോക്കിക്കൊണ്ട് ഒരേ ഇരിപ്പിൽ ഇരുന്നു. അങ്ങനെ നേരവും പുലർന്നു. അതാ കുട്ടികൾ കണ്ണു തുറക്കുന്നു. രുദ്രാണി സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. കണ്ണു തുറന്നു എന്നേയുള്ളൂ. സംസാരിച്ചില്ല. സംസാരിക്കാൻ വയ്യ. നാവ് അനങ്ങുന്നില്ല. എങ്കിലും ദേഹത്തെ നീല നിറം കുറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം കുട്ടികൾ രണ്ടും സംസാരിച്ചു. നീല നിറം നിശേഷം നീങ്ങി. രാത്രി അവർ കഞ്ഞി കുടിച്ചു. രാവിലെ എഴുന്നേറ്റ് നടന്നു. യാതൊരു സുഖക്കേടുമില്ല. രുദ്രാണി കൊട്ടാരത്തിലേക്ക് പോയി. തമ്പുരാനെ സന്തോഷ വർത്തമാനം അറിയിക്കാൻ. തമ്പുരാൻ കൊട്ടാരത്തിനകത്തില്ല. എവിടെയാണ് എന്ന് രുദ്രാണി അന്വേഷിച്ചു. പറമ്പിൻ്റെ തെക്കേ അറ്റത്തുണ്ട് എന്ന് അറിവായി. രുദ്രാണി അങ്ങോട്ട് ചെന്നു. അപ്പോൾ എന്താണ് കണ്ടത്? തമ്പുരാൻ മാവിൻ ചുവട്ടിൽ ഇരിപ്പുണ്ട്. കുറേ പട്ടാളക്കാരും നിൽപ്പുണ്ട്. മാവിൻ കൊമ്പത്ത് കയർ കെട്ടിയിരിക്കുന്നു. ആ കയർ തൂങ്ങിക്കിടക്കുന്നു. താഴത്തെ അറ്റത്ത് ഒരു കുരുക്ക് കാണാം. ആ കുരുക്കിൽ ഒരു മനുഷ്യൻ്റെ തലയും. ആരായിരുന്നു ആ മനുഷ്യൻ? ഭ്രാന്തൻ. കുട്ടികളെ മരണത്തിൻ്റെ വായിൽ നിന്ന് വീണ്ടെടുത്ത ആളല്ലേ ഭ്രാന്തൻ? ആ ആളെ തൂക്കിക്കൊല്ലുകയോ? രുദ്രാണി ഓടിച്ചെന്നു. തിരുമേനി, എന്ത് അക്രമമാണിത്? എന്ത് അനീതിയാണ്? ഇതിന് എങ്ങനെ മനസ്സ് വന്നു? രുദ്രാണി രൂക്ഷമായി ഒന്ന് നോക്കി. തമ്പുരാൻ തലകുനിച്ചു. നിലത്ത് നോക്കി ഇരിപ്പായി. രുദ്രാണി ഭടന്മാരുടെ നേർക്ക് തിരിഞ്ഞു. ആ ആളെ അഴിച്ചുവിടൻ, അവർ ഗർജിച്ചു. ഭടന്മാർ രാജാവിനെ നോക്കി. തിരുവുള്ളം അറിയാൻ. രാജാവ് തല കുനിച്ച് ഇരുന്നതേയുള്ളൂ. ഞാനാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അത് പോരാ അല്ലേ? രുദ്രാണി വീണ്ടും ഗർജിച്ചു. എന്നിട്ട് വാൾ ഊരി ഭടന്മാരുടെ നേർക്ക് ചാടി. രാജാവ് തല ഉയർത്തി. രുദ്രാണിയെ അനുസരിക്കൻ, അദ്ദേഹം ഭടന്മാരോട് ആജ്ഞാപിച്ചു. എന്നിട്ട് വീണ്ടും തല കുനിച്ച് ഇരിപ്പായി. ഭടന്മാർ ഭ്രാന്തന്റെ തല കുരുക്കിൽ നിന്ന് വിടർത്തി. ഭ്രാന്തൻ തമ്പുരാനെ നോക്കി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഓടിപ്പോയി. തിരുമേനി, ചന്തുവിനും അമ്മിണിക്കും പൂർണ്ണ സുഖം കിട്ടി. എല്ലാം ആ ഭ്രാന്തന്റെ സഹായം, രുദ്രാണി പറഞ്ഞു. ഇത്ര ദിവ്യത്വം എവിടുന്ന് കിട്ടി? ശാന്തിദേവിയുടെ അനുഗ്രഹമല്ലേ? അതാണ് അടിയന്റെ സംശയം. വേണാട്ടരജൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം വിചാരിക്കുകയായിരുന്നു, ശാന്തിദേവി പോലും. രുദ്രാണിക്കും തുടങ്ങിയോ ഭ്രാന്ത്?